നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ. കേരള സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള PSCക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിച്ചെങ്കിൽ ഒരു 1 day രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്ന കാര്യം പറയാം. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കേരള PSCക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 1 day രജിസ്ട്രേഷൻ ആണ്. ഒരിക്കൽ മാത്രം അത് ചെയ്താൽ മതി. നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അതിലെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഒക്ടോബർ 15 ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 357/2025 എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് കേരള സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. വേക്കൻസിയുടെ പേര്, പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളതാണ്. ശമ്പള സ്കെയില് 39,500 മുതൽ 83,000 എന്ന സ്കെയിലാണ്. വേക്കൻസികളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ്. ഒന്നിലധികം വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഈ റാങ്ക് ലിസ്റ്റ് കാലത്ത് വരുന്ന ഒഴിവുകൾ ഉൾപ്പെടെ വരുമ്പോൾ കുറേയധികം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് 2/1/1989നും 1/1/2007 ഈ 2 ദിവസം ഉൾപ്പെടെ അതിനിടയിൽ ജനിച്ചവരായിരിക്കണം. അതേപോലെ ഉയർന്ന പ്രായപരിധിയുള്ള ഇളവുടെയും ബാധകമായിരിക്കും. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ഉള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി നമുക്കിതിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിന്റെ ക്വാളിഫിക്കേഷൻസ് കൂടെ നമുക്ക് നോക്കാം. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിലോ ബിരുദം ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലോ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മെയിൻ യോഗ്യത, അടിസ്ഥാന യോഗ്യത സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലർ ബിരുദമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കമ്പനി റൂൾ അനുസരിച്ച്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റൂൾ അനുസരിച്ച് പ്രൊബേഷൻ ആയിരിക്കും. അതിന് എങ്ങനെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു 1 day രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം പിന്നീട് എത്ര പോസ്റ്റിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും. മൊബൈൽ ഉപയോഗിച്ച് പോലും ചെയ്യാനായിട്ട് കഴിയും. അതിനായിട്ട് ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് 1 day രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരാണെങ്കിൽ ആദ്യം അത് ചെയ്യുക. അതുപോലെ ഈ 1 day രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഒരിക്കൽ നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ 10 വർഷം അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കേരള PSCക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഒന്നുമില്ല. കൊടുക്കുന്ന വിവരങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ ആധാറുള്ള ആധാറിന്റെ ഒരു കോപ്പി ആയിട്ട് നിങ്ങൾ ഇതിൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തോ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്തോ ഒക്കെ ഒരു ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് അത് വിനിയോഗിക്കാനും പറ്റും. അതേപോലെ ഇനിയും നിങ്ങൾ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റിന് ശേഷം അതിന്റെ ഒരു ഫോട്ടോ, ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ആവശ്യത്തിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരം ഉണ്ടെങ്കിൽ പ്രയോജനം ചെയ്യും. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ച് എടുക്കാനായിട്ട് പറ്റും, ഒരു പ്രിന്റ് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ OMR ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ റെഡി ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അത് നിർബന്ധമായും കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ പരീക്ഷയുടെ 2 ആഴ്ച മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഒക്ടോബർ 15 ആണ്. ഒരിക്കൽ കൂടി പറയുന്നു. www.keralapsc.gov.in ഈ സൈറ്റിൽ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. അതേപോലെ നോട്ടിഫിക്കേഷൻ കോപ്പിയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെല്ലാം രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.